ഏതാണ്ട് 10 വർഷത്തെ ഇടവേളയിൽ 2 ചിത്രങ്ങളും സംവിധാനം ചെയ്തു. വടക്കു നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും അതിൽ മലയാളികളുടെ നേർജീവിതം എന്താണോ അത് അഭ്രപാളിയിലേക്ക് പകർന്നെഴുതി മലയാളികളെ വീണ്ടും വീണ്ടും തങ്ങളുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. ആഷിക്കും കൂടെ ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ആഷിക്ക്, മലയാളികളുടെ മനസ്സിൽ അവൻ്റെ നിത്യജീവിതം തിരശീലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എഴുത്തുകാരൻ, ദാസിനെയും വിജയനെയും പോലെ ഒട്ടനവധി ജീവിത സന്ദർഭങ്ങൾ, മലയാളികൾക്ക് മറക്കാനാവാത്ത ഒട്ടനവധി ചിത്രങ്ങൾ, സംഭാഷണങ്ങൾ, ഇവയെല്ലാം എഴുതി വെച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രീനിവാസനെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ നമ്മൾക്ക് ഓർത്തെടുക്കാൻ കഴിയുക? തീർച്ചയായും അജി, ആ നിലയിൽ വലിയ നഷ്ടം തന്നെ മലയാള സിനിമാ ലോകത്തിന്, മലയാള സാംസ്കാരിക ലോകത്തിന്, ഒരു സമൂഹം എന്ന നിലയിൽ മലയാളികൾക്ക് ഒട്ടാകെയും വലിയ നഷ്ടമാണ് ശ്രീനിവാസന്റെ മരണം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായും തന്നെയും പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലാതീതമായി മലയാള സമൂഹം ഓർത്തുവെക്കുമെന്നുള്ളതും തീർച്ച തന്നെയാണ്. ആ വലിയ സംഭാവനകളുടെ ഭാരത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ ശ്രീനിവാസന്റെ വിടവാങ്ങലിന്റെ ദുഃഖം മലയാളികളുടെ ഒട്ടാകെ പ്രതിഫലിക്കുക എന്നുള്ളത്. മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള സാധാരണക്കാരൻ മുതൽ എല്ലാ തരം മനുഷ്യരിലേക്കും എത്തുന്ന രീതിയിലോട്ടുള്ള സ്വാധീന വലയം അദ്ദേഹത്തിന്റെ ഈ ചുരുങ്ങിയ കാലത്തുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്ന്, സിനിമാ പ്രവർത്തനത്തിൽ നിന്ന്, സിനിമയിലും സമൂഹത്തിലും നടത്തിയ ഇടപെടലുകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കേവലമായ ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമയുടെ എല്ലാ തലങ്ങളിലും ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു. സിനിമയുടെ പരിമിതികൾക്കുള്ളിൽ മാത്രം നിൽക്കാതെ സിനിമയ്ക്കുള്ളിലെ തെറ്റുകുറ്റങ്ങളിലേക്ക്, അപഭ്രംശങ്ങളിലേക്ക്, ജീർണതകളിലേക്കൊക്കെയും വിരൽ ചൂണ്ടുകയും വിമർശനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിലും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ പങ്കുവച്ച ഒരാൾ എന്ന നിലയിലുമൊക്കെയും ശ്രീനിവാസന് വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ, നമ്മുടെ മലയാളി എന്ന നിലയിൽ ഒരു പൊതുബോധത്തിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെയും നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ശ്രീനിവാസൻ ഒരു നടനാവാൻ ആഗ്രഹിച്ച ആളാണ്. ഒരു നടനാവാൻ വേണ്ടിയിട്ടാണ് ചെന്നൈയിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ വിവിധ മേഖലകളിലേക്ക്, സംവിധാനത്തിലേക്ക് വരെ എത്തുന്ന നിലയിലേക്ക് വിവിധങ്ങളായ ഇടപെടലുകൾക്ക് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ടുകൂടിയാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. അദ്ദേഹം ആദ്യഘട്ടങ്ങളിലൊക്കെയും അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ, ആദ്യത്തെ ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് സിനിമയുടെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുവെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ KG ജോർജിനെ പോലുള്ള വലിയ സംവിധായകരുടെ തിരക്കഥാ രചനകൾക്കുള്ളിലൊക്കെയും അദ്ദേഹം അതിന്റെ ആലോചനകളിലൊക്കെയും ശ്രീനിവാസൻ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് റൈറ്ററായും ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായും മറ്റുമൊക്കെ KG ജോർജും ഒക്കെ ആയിരിക്കും സഹകരിച്ചു പോയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്തത്. KG ജോർജിന്റെ ചില സിനിമകളിലൊക്കെ, പഞ്ചവടിപ്പാലം പോലുള്ള ചിത്രങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ മിന്നിമായുന്ന തരത്തിൽ ശ്രീനിവാസനെ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ, ആ ഘട്ടത്തിൽ അദ്ദേഹം തന്നെ ആ കാലഘട്ടത്തെ ഓർമ്മിച്ചെടുക്കുന്നത് തിരക്കഥാ രചനയുടെ അതിന്റെ ആ കലാരൂപത്തിന്റെ വ്യക്തത താൻ പഠിച്ചെടുക്കുന്നത് ഈ KG ജോർജുമായിട്ടൊക്കെയുള്ള ഈ ഇത്തരം ചില സഹവാസങ്ങളിൽ നിന്നാണ് എന്നാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെയും പല കഥകളും ഈ സത്യനന്ദിക്കാടും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ടാണല്ലോ ആദ്യഘട്ടങ്ങളിൽ സിനിമകളുടെ ഭാഗങ്ങളിലേക്ക് ശ്രീനിവാസൻ കടന്നു വരുന്നത്. അപ്പോൾ പലപ്പോഴും ശ്രീനിവാസൻ പങ്കുവയ്ക്കുന്ന കഥകളുടെ ഒരു സാങ്കേതികത്വം മനസ്സിലാകാൻ കഴിയാത്ത ഇത്തരം സംവിധായകർ ശ്രീനിവാസനോട് തന്നെയും തിരക്കഥകൾ രചിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹം തന്നെയും സാധാരണക്കാർക്ക് ഏറ്റവും ജനപ്രിയമായ നിലയിൽ ചില മനുഷ്യാവസ്ഥകൾ പ്രതിഫലിക്കുന്ന തരത്തിൽ ആ നിലയിൽ തിരക്കഥകൾ രചിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ശ്രീനിവാസൻ തന്നെയും പങ്കുവയ്ക്കുന്ന ആദ്യഘട്ടങ്ങളിൽ താൻ നടത്തിയ ഇടപെടലുകളിൽ നിന്നും വലിയ മലയാള സിനിമയിലെ തന്നെ മഹാരഥന്മാരുമായിട്ടുള്ള സഹവാസത്തിന്റെയും ഭാഗമായിട്ടാണ് തിരക്കഥയുടെ ആ സങ്കീർണത, അതിന്റെ കലാപരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് തനിക്ക് ധാരണ ഉണ്ടായത് എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നടനാവാൻ ആഗ്രഹിച്ചിട്ട് കൂടിയും മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും വിശാലമായ ഇടപെടലുകൾ നടത്താനുള്ള അവസരം ലഭിച്ച ഒരു പ്രതിഭയാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ കലാമൂല്യമുള്ള ആലോചനകളായിരുന്നു, ചിന്തകളായിരുന്നു എന്ന് വ്യക്തമായും തന്നെ പറയാൻ കഴിയും.
അദ്ദേഹത്തിന്റെ സിനിമകൾ എല്ലാ കാലങ്ങളിലും സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച കണ്ണാടിയായിരുന്നു. സമൂഹത്തിലെ ഓരോ ഇടങ്ങളിൽ നടക്കുന്ന സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ച് വിശദീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കുടുംബങ്ങളിലാകട്ടെ, രാഷ്ട്രീയ സന്ദർഭങ്ങളിലേക്കാവട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കാവട്ടെ, സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക്, അങ്ങനെയുള്ള സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് തിരിച്ചു പിടിച്ച കണ്ണാടി പോലെ ഇത് നോക്കൂ, നിങ്ങൾക്കുള്ളിലെ ജീർണതകൾ ഇതൊക്കെയാണ്, നിങ്ങൾ കാണിക്കുന്ന അരാഷ്ട്രീയ പ്രവണതകൾ ഇതൊക്കെയാണ് എന്ന് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു തരുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെയും മാറിയിരുന്നു. അത് ഏറ്റവും ജനപ്രിയമാക്കി തീർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളതാണ്. കേവലമായ വരണ്ട വിമർശനമായിരുന്നില്ല ശ്രീനിവാസൻ പങ്കുവച്ചത്. അത് ഏറ്റവും മനോഹരമായിരുന്നു, ഏറ്റവും ജൈവികമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മലയാളത്തിലെ പൊതുസമൂഹം, മലയാളത്തിലെ സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ സിനിമകളെ, അദ്ദേഹത്തിന്റെ സൃഷ്ടികളെ എല്ലാ കാലത്തും ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനായ ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു, ഒരു സിനിമാക്കാരനായിരുന്നു, ഏറ്റവും സാധാരണക്കാരനായ ഒരു സിനിമാക്കാരനായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ രൂപഭാവത്തിൽ ഒട്ടാകെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശ്രീനിവാസൻ എന്ന നടന വൈഭവത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും നായകന്റെ റോളിലേക്ക് വരെയും പല സിനിമകളിലേക്ക് ശ്രീനിവാസൻ കടന്നു ചെന്നിട്ടുണ്ട്. സ്ഥായിയായ അല്ലെങ്കിൽ ചില ടിപ്പിക്കൽ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. ഇരുണ്ട നിറവും കുറിയ ശരീരവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ എല്ലാവരും ഒരുപക്ഷെ സൗന്ദര്യത്തിന്റെ പ്രതീകം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ഒരുപക്ഷെ രണ്ടു വട്ടം ആലോചിച്ചേക്കും. പക്ഷേ അത്തരം പരിമിതികൾക്കുള്ളിൽ നിന്ന് പോലും അഭിനയത്തിന്റെ തീക്ഷ്ണമായ പ്രതിഫലനം കൊണ്ട് തന്റെ ഇടം അഭിനയ മേഖലയിലും ഉറപ്പിക്കാൻ അദ്ദേഹത്തിനായി എന്ന് പറയാൻ കഴിയും. ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിലേക്ക് നിഷ്കളങ്കമായ ആ ചിരിയും വിടർന്ന കണ്ണുകളും ഒരിക്കലും മലയാളി മറക്കില്ലാത്ത രീതിയിലേക്ക് പ്രതിഫലിപ്പിച്ച് മടങ്ങിപ്പോകുവാൻ അദ്ദേഹത്തിന് അപ്രപാളികളെ ആയി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ടൗൺ ഹാളിൽ കാണുന്ന വലിയ ജനസാഗരത്തിലും പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. 3 മണി വരെയാണ് ഔദ്യോഗികമായി സമയം നിശ്ചയിച്ചിട്ടുള്ളെങ്കിലും ഇവിടെ യാത്രയയപ്പ് നൽകുവാനായി എത്തുന്ന എല്ലാവർക്കും അവസരം ഒരുക്കിയതിനു ശേഷം മാത്രമേ കണ്ടനാട്ടെ വീട്ടിലേക്ക് ശ്രീനിവാസന്റെ മൃതദേഹം കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം നാളെ പുലർച്ചെ വരെ അവിടെയായിരിക്കും സൂക്ഷിക്കുക. പിന്നീട് രാവിലത്തെ സംസ്കാര പരിപാടികൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ എല്ലാത്തരം ഔദ്യോഗിക ബഹുമതികളോടും കൂടിയായിരിക്കും അദ്ദേഹം വിടവാങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, സംസ്ഥാന ദേശീയ ചലച്ചിത്ര അവാർഡുകൾ സ്വീകരിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ആ നിലയിലുള്ള ബഹുമതി അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഏതായാലും അത്തരം ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. വലിയ അപ്രതീക്ഷിതമായ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യകരമായ പല പ്രശ്നങ്ങളും ശ്രീനിവാസൻ നേരിടുന്നുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ കൂടിയും പെട്ടെന്നൊരു യാത്ര അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവർ പോലും അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അവരുടെ പ്രതികരണത്തിലൊക്കെയും കാണാൻ കഴിയും. തിരിച്ച് ജീവിതത്തിലേക്ക് കുറെ കാലം കൂടി മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ നിലയിൽ ഉണ്ടായില്ല. വളരെ പ്രതീക്ഷിതമായ വിയോഗം ശ്രീനിവാസന്റെ കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഓർത്തെടുക്കുമ്പോൾ സിനിമാ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ശ്രീനിവാസൻ നടത്തിയ ഇടപെടലുകൾ എത്രയോ ശക്തമായിരുന്നു, എത്രയോ തീക്ഷ്ണമായിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കേണ്ടതുണ്ട്.